നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല നാടൻ പരിപ്പുവട തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കടലപ്പരിപ്പാണ്, ചന്നാ ദാൽ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് 2 മണിക്കൂർ ഇതൊന്ന് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. ഞാൻ ഈ പരിപ്പ് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ കഴുകിയെടുത്തു. അതിനുശേഷം ഇത് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് മാറ്റിവെക്കാം. ഞാനിത് കുതിർത്താനായിട്ട് വെച്ചിട്ടിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇത് കഴുകി എടുത്തിട്ട് വെള്ളം നന്നായിട്ട് പോകാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റോളം ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 ചുവന്നുള്ളി ചെറുതായി മുറിച്ചെടുത്തതുണ്ട്. 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പരിപ്പിൽ നിന്നും കുറച്ച് പരിപ്പെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. അത് നമ്മൾ പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ളത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് 1-2 പ്രാവശ്യമായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തൊലിയോട് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് 4 അല്ലി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് അരയ്ക്കണ്ട, വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ ഇട്ട് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ട് സ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരഞ്ഞുമല്ല, എന്നാൽ തീരെ അരയാതെയും അല്ലാത്ത ആ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതുപോലെ ഇവിടെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി നമുക്കിതുപോലെ പൾസ് ചെയ്തെടുത്തിട്ട് വരാം. പരിപ്പെല്ലാം നമ്മളിതുപോലെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇതുപോലെ ഓരോ ഉരുളകൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് മറ്റേ കൈപ്പത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. വിരൽ വെച്ച് പരത്തരുത്, ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ടതൊന്ന് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് ചൂട് കൂട്ടി വയ്ക്കരുത്, ഇതിൻ്റെ ഉള്ളു വേവാതെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇത് ഇളക്കരുത്, ഇളക്കോ തിരിച്ചിടുകയൊന്നും ചെയ്യരുത്. ഒരു ഭാഗം ഒന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ പരിപ്പുവട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപ്പുവട വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
പരിപ്പ് 2 മണിക്കൂർ കുതിർത്തിയെടുക്കാനായിട്ട് വെക്കണം എന്നുള്ളൊരു സമയം മാത്രമാണ് നമുക്കിതിൽ ഇത്തിരി സമയം എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.